ഹലോ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നട്ട കുറച്ച് തൈകൾ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ നട്ടൊരു പച്ചമുളകിൻ്റെ തൈയാണ് കേട്ടോ. ഇത് നട്ടിട്ട് കുറച്ച് നാളായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ ചേർത്ത കൊടുത്തിരിക്കുന്ന വളത്തിൻ്റെ കൊണ്ടായിരിക്കണം പെട്ടെന്ന് വളർന്നു പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് കണ്ടോ, ഒറ്റ തൈ തന്നെ കുറേയേറെ മുളകുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ നട്ടു വെച്ചതിൽ നിന്ന് ഉണ്ടായി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അത് പിന്നെ ഇത് ചെറിയുടെ തൈയാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഒരാൾ തന്നതാണ്. 2 തൈ കിട്ടി. ഇതൊന്ന്, ഇത് 2. അതിനെല്ലാം നട്ടു. പിന്നെ ഇത് ഞാൻ ഈ പച്ചക്കറിയൊക്കെ അടുക്കളയിൽ നമ്മൾ എരിയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വരുമല്ലോ, ആ വേസ്റ്റ് ഒക്കെ ഞാൻ ഇതിൻ്റെ എല്ലാം ചുവട്ടിൽ കൊണ്ട് ഇടും. അങ്ങനെ അതിൽ നിന്നുണ്ടായ തൈയാണിത് കേട്ടോ. മുരടിച്ചാണ് നിൽക്കുന്നത്, എന്നാലും വളം കൊടുക്കുമ്പോൾ ശരിയായി വരുമെന്ന് തോന്നും. പിന്നെ ഇത് നാരകം കേട്ടോ. നാരകം എനിക്ക് നടാൻ പേടിയായിരുന്നു. ഒരു നാരകം നട്ടാൽ കൊള്ളത്തില്ലെന്നൊക്കെ ഇങ്ങനെ കേട്ടതുകൊണ്ട് നട്ടത് ഞാൻ പറിച്ചു കളഞ്ഞു. ഇത് ഒരു സ്നേഹിപ്പോൾ എൻ്റെ ചെടിച്ചട്ടിക്കകത്ത് തനിയെ വന്നൊരു തൈയാണ് കേട്ടോ. അപ്പോൾ ഞാനത് പറിച്ച് കൊണ്ട് വളമൊക്കെ ഇട്ട് നട്ടതാണ് കേട്ടോ. ഇത് പച്ചമുളകിൻ്റെ തൈയാണ്. ഇത് വെള്ള കാന്താരി തൈ ഞങ്ങളുടെ നഴ്സറി പോയി വാങ്ങിയതാണ്. പിന്നെ ഇത് പച്ചമുളകിൻ്റെ തൈ, വഴുതന. ഇതൊരു ചൈനീസ് ബോൾസോ കേട്ടോ. നഴ്സറി പോയപ്പോൾ എനിക്ക് ഈ ചെടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിയത്. ഇതൊരു വിൻഗാറോസിൻ്റെ വേറൊരു വെറൈറ്റി കളർ. ഇത് വെള്ളക്കാന്താരി തൈ. ഇത് ചുവന്ന വെണ്ടയുടെ 2 തൈ കിട്ടിയതാണ്. പിന്നെ ഇത് വെള്ള കാന്താരി കേട്ടോ. ഇത്രയും നട്ടു വെച്ച്. ഇതിലെല്ലാം ഞാൻ ചേർത്തേക്കുന്ന വളമെന്ന് പറയുന്നത് ചകിരിച്ചോറ്, ഉണക്ക കരിയില, പിന്നെ മണ്ണ്, കുറച്ച് ചകിരിച്ചോറ്. ഇത്രയാണ് കേട്ടോ ഞാനിതിലെല്ലാം ചേർത്തത്. പിന്നെ ആഴ്ചയിലൊന്ന് പച്ചച്ചാണകവും കലക്കി ഞാൻ ഒഴിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെയൊക്കെ വളം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.